കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും സ്വീകരിക്കുവാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങളിതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. ഉവ്വ്, അവർ ഉത്തരം പറഞ്ഞു. അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന ഉടമസ്ഥന് തുല്യൻ. യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്തേക്ക് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ സ്വർഗരാജ്യത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാത്തരം മത്സ്യങ്ങളെയും പിടിക്കുവാനായിട്ട് കടലിലേക്ക് എറിഞ്ഞ വലയ്ക്ക് തുല്യമാണ് സ്വർഗരാജ്യം എന്ന്. ഈ വലയെപ്പറ്റി സഭാപിതാക്കന്മാർ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. ഈ വല എന്ന് പറയുന്നത് സഭയാകുന്ന വലയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും ശേഖരിക്കുകയും ചെയ്യുന്ന ഒരു വല. ഈ ലോകത്തിലെ എല്ലാ വ്യക്തികളെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന വല. എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളുമ്പോഴും ഒരിക്കലും പൊട്ടിപ്പോകാത്ത ഒരു വലയാകുന്ന സഭ. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ വലയിൽ എല്ലാ മത്സ്യങ്ങളുമുണ്ട്. ഈ വലയിൽ നല്ലതും ചീത്തയുമായ മത്സ്യങ്ങളുണ്ട്. നല്ലത് എന്ന് പറയുന്നത് നീതിമാന്മാരെക്കുറിച്ചാണ്, നല്ലവരായ മനുഷ്യരെക്കുറിച്ചാണ്. ചീത്ത എന്ന് പറയുന്നത് തിന്മയുടെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് അല്ലെങ്കിൽ തിന്മയോട് കൂടി ജീവിക്കുന്ന വ്യക്തികളെ പറ്റിയാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ നല്ല മത്സ്യങ്ങൾ നീതിമാന്മാർ എന്നതിലൂടെ ഈശോ വിവക്ഷിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജനത, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന വ്യക്തികളടങ്ങിയ സഭ. അതാണ് നല്ലതായ മത്സ്യങ്ങൾ. നമ്മുടെ സഭയാകുന്ന വലയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് അറിയുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും ദൈവത്തിന് പ്രീതികരമായൊരു ജീവിതം നയിക്കുവാനുമുള്ള ഒരു സാധ്യതയുണ്ട്. ദൈവം മനുഷ്യന് മുമ്പിൽ സത്യമെന്ത്, നീതി എന്ത്, കരുണയെന്ത്, സ്നേഹമെന്ത്, ദൈവത്തിൻ്റെ ഇഷ്ടമെന്ത് എന്നൊക്കെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സഭയിൽ നമുക്കറിയാം, സഭയുടേതായ കൂദാശകളും വചനങ്ങളും സഭാ പ്രബോധനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത് നമ്മളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ നീതി എന്തെന്നറിഞ്ഞ് ആ നീതിയോട് ചേർന്ന് നിൽക്കുവാനാണ്. ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുവാനാണ്. വചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം, സഭാ സത്യപ്രബോധനങ്ങൾക്കനുസൃതമായൊരു ജീവിതം, കൗദാശിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നൊരു ജീവിതം. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ളൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമായിട്ട് മാറുകയാണ്. ഈ വലയിൽ തീർച്ചയായിട്ടും ചീത്തയായ മത്സ്യങ്ങളുമുണ്ട്. ദൈവഹിതം എന്തെന്നറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാതെ
ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടാതെ സ്വന്തം ഇഷ്ടത്തിനും സ്വാർത്ഥതയ്ക്കും ഈ ലോകത്തിൻ്റെതായ രീതികളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടും അവയെ അനുധാപനം ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകുന്ന ജനത, അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രീതികരമായ ഒരു ജനതയല്ല എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, സഭയാകുന്ന ഈ വലയിൽ കുടുങ്ങിയ നല്ല മീനുകളെ ദൈവദൂതന്മാർ ശേഖരിക്കുകയും സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുകയാണ്. ചീത്തയായ മത്സ്യങ്ങളെ അവയെല്ലാം നല്ലവയിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു കളയുകയും ചെയ്യുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുമ്പോൾ ഏത് ഭാഗത്താണ് നാം നിലനിൽക്കുക? നല്ല മത്സ്യങ്ങളുടെ ഭാഗത്തോ ചീത്ത മത്സ്യങ്ങളുടെ ഭാഗത്തോ? നമ്മെ വേർതിരിക്കുന്നത് മാനുഷികമായ ഒരു മാനദണ്ഡങ്ങളോ നാം നമ്മുടെ കണ്ണിലൂടെ ഒരുപക്ഷെ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും നമ്മുടെ ജീവിതവുമൊക്കെ വിശുദ്ധീകരിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോഴും മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലൂടെയുള്ള തീരുമാനങ്ങളോ നമ്മളായിരിക്കുന്ന മാനദണ്ഡങ്ങളോ ഒന്നുമല്ല, ദൈവദൂതന്മാരാണ്. അവർ നമ്മെ നോക്കിക്കാണുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കണ്ണിലൂടെയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നത്തെ വിശുദ്ധനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളായുടെ ഒരു വാക്ക്, വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവരാജ്യ നിർമ്മാണ പ്രക്രിയയിൽ കർത്താവിൻ്റെ ആ പ്രവർത്തനങ്ങളിൽ ഒരു കോ വർക്കേഴ്സായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്തിൻ്റെതായ രീതിയിൽ നോക്കുമ്പോൾ ചെറുതായിരിക്കാം, അല്ലെങ്കിൽ വലുതായിരിക്കാം. നമ്മളെ ഈ ലോകത്തിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്യങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിലാകാം, നമ്മുടെ സമൂഹ ജീവിതത്തിലാകാം, നമ്മുടെ മതപരമായ ചില ഉത്തരവാദിത്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടാവാം, നമ്മുടെ വിശുദ്ധിയുടെ മേഖലയിലാവാം. പ്രിയമുള്ളവരെ, ഈ പ്രവർത്തന മേഖലകളിലെല്ലാം പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടെ കൃത്യനിർവഹണത്തോടെ സത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധൻ നമ്മളോട് പറയുകയാണ്, ദൈവരാജ്യ നിർമ്മാണ പ്രക്രിയയിൽ കർത്താവിൻ്റെ ആ പ്രക്രിയകളിലൂടെ നമ്മളും കടന്നു പോവുകയാണ്. കർത്താവിൻ്റെ തോളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ സ്വർഗരാജ്യ നിർമ്മാണം നമ്മളും പൂർത്തീകരിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് നീ നൽകിയ കൂദാശകൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നിനക്ക് വേണ്ടി നിൻ്റെ ഹിതമറിഞ്ഞ് ജീവിക്കുവാൻ സത്യ പ്രബോധനങ്ങളുടെ വാഹകരായിട്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.